സാറേ ഇത് നോക്കൂ സാറേ, എന്റെ ഈ മൊബൈൽ കറുത്ത മൊബൈൽ പോലും ഞാൻ വെളുപ്പാക്കി. വരത്തില്ല സാർ, വരത്തില്ല. രാജാവ് എത്രയോ ദുഷ്ടനോ കള്ളനോ കൊള്ളക്കാരനാവട്ടെ, രാജാവ് രാജാവാണ്, നമ്മൾ അടിമകളാണ്. ഇടിക്കുറ്റിയൊക്കെയാണ് ഇവിടെ ഇടുന്നത്. രാജാവ് ഇരുന്നിടത്ത് ഇത് ബോംബൊന്നും അല്ലല്ലോ. ഇത് എന്റെ പേരിൽ ഇനി ഞാൻ പ്രതിഷേധത്തിന് വന്നേയില്ല, എന്റെ പേരിൽ ഇനി എറിയാൻ വല്ല വെച്ചേക്കുന്നോ? ദേവി അമ്മച്ചി ഇവിടെ നിന്ന് നാരങ്ങ ഒന്ന് എടുത്ത് എറിഞ്ഞോളല്ലേ. ഈ കമ്പിയൊക്കെ എടുത്ത് മാറ്റിയേ, കമ്പിയെല്ലാം മാറ്റുക. ഇന്ന് രാജാവ് വരുന്ന ദിവസമാണ്. കമ്പി ആയുധങ്ങളോ ഒരു കാര്യം കാണുന്നില്ല, ഇതൊക്കെ മെറ്റലാണ്. അമ്മച്ചി ഇതെന്താണ് എറിയാൻ വേണ്ടി വെച്ചിരിക്കണം? ഇത് ആരെങ്കിലും വരുമ്പോ എന്റെ രാജാവിനെ കൂടെ എറിഞ്ഞാലോ? കേസ് ആർക്കാണ്? വാദവുമ്പറാണ്. ഇത് കറുപ്പിട്ട് അറസ്റ്റ് ചെയ്യുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. കണ്ടില്ലേ, മൊത്തം വെള്ളം അടിച്ചിട്ട് ഇതൊക്കെ എടുത്ത് മാറ്റി വെക്കും. ഇന്നത്തേക്കും രാജാവ് പോയിട്ട് ഇതൊക്കെ എടുത്ത് വെച്ചാൽ മതി, അത് ബാക്കിയ അത് വലിയ പല്ല് കണക്കാണ് എടുത്തിരിക്കുന്നത്. ഇത് ആരെങ്കിലും വണ്ടിയിലൊക്കെ എറിഞ്ഞു കഴിഞ്ഞാലുള്ള അയ്യോ പ്രതിഷേധമല്ല, എന്റെ രാജാവിന്റെ മനസ്സ് വിഷമിപ്പിക്കാതിരിക്കാൻ ചെയ്യുന്നതാണ്. ഇത് രാജാവിന്റെ മനസ്സ് വിഷമിപ്പിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് പിന്നെ നമ്മുടെ വാർഡിലൂടെ ഒന്ന് പോവുകയാണല്ലോ രാജാവ്. അയ്യോ തീർച്ചയായിട്ടും സന്തോഷത്തെ ചെയ്യുമല്ല, ദുഃഖിച്ച് തന്നെ ചെയ്യുവാണ്. ജയിലിലോട്ട് പോകാനിപ്പം പോയി. എന്റെ കറുപ്പ് കണ്ടു കഴിഞ്ഞാൽ എന്നെ അറസ്റ്റ് ചെയ്യുന്നതാണ് പറഞ്ഞിരിക്കുന്നത് പോലീസ് സ്റ്റേഷനിൽ നിന്ന്. അപ്പോൾ ഇതിനു മുമ്പൊരു പിന്നെ കറുത്ത ഷർട്ടിട്ടൊരു വാർഡ് മെമ്പർ എന്നെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് രാജാവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കസേര വരെ ഞാൻ വരുത്തിയിരിക്കുകയാണ്. ഇതിനകത്തൊരു മനുഷ്യൻ ഇവിടെ കസേരയിലൊന്നും തൊടരുത്. നമ്മുടെ രാജാവിന് ഇരിക്കാനുള്ള കസേരയാണ്, അത് അശുദ്ധമാക്കരുത്. കസേരയിൽ തൊട്ടിട്ട് കൈ എത്താത്ത ദൂരത്തേക്കൊന്നും മാറി നിന്ന ചേട്ടൻ കൊള്ളാം. അപ്പോൾ രാജാവിന് വേണ്ടി പ്രത്യേകം വൃത്തിയാണ്. പെയിന്റ് അടിച്ചതിന് ശേഷം എൻ്റെ കൈയുടെ സ്പർശം മാത്രമേ ഏറ്റിട്ടുള്ളൂ ഈ കസേരയിൽ. രാജാവ് ഒരു പക്ഷേ നമ്മുടെ ഈ വാർഡിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അപ്പം രാജാവിന് ഇരിക്കാൻ എല്ലാ കസേരയിലൊന്നും ഇരിക്കണമെന്നില്ല. അവർക്ക് ഇഷ്ടപ്പെട്ട കസേരയാണ്, ഏറ്റവും ഇഷ്ടപ്പെട്ട കസേരയാണ്. അമേരിക്കയിൽ പോയപ്പോൾ പോലും ഇരുന്ന ആ കസേരയാണ് ഞാൻ ഇവിടെ വരുത്തിയിരിക്കുന്നത്. അപ്പം ഇതിനകത്ത് രാജാവിന് ഇരിക്കാൻ പറ്റും. അതുകൊണ്ട് ഫോൺ വരെ വെയിറ്റടിച്ചേക്കുക. അയ്യോ തീർച്ചയായിട്ടും ഫോൺ കറുപ്പായിരുന്നു. ഞാൻ ഇനി ഇവർ പറയത്തില്ലേ ഫോണാണെങ്കിൽ വീശി കാണിച്ചു, കറുപ്പ് വീശി കാണിച്ചു എന്ന് പറഞ്ഞ് ഇവർ കേസെടുക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഇന്നത്തേക്ക് ഫോണും പിന്നെ കറുപ്പാക്കിയിരിക്കുന്നത്. വെളുപ്പ് അല്ല സോറി, അതെ വെളുപ്പാക്കിയിരിക്കുന്നത്, കറുപ്പ് മാറ്റിയിരിക്കുകയാണ്. നമ്മൾ കണ്ടില്ലേ, ഇതൊക്കെ പ്രതിഷേധം ചെയ്യുന്നത് എന്തിനാണ്? നമ്മുടെ രാജാവ് എത്രയോ ദുഷ്ടനോ കള്ളനോ കൊള്ളക്കാരനാവട്ടെ, രാജാവ് രാജാവാണ്, നമ്മൾ അടിമകളാണ്, പ്രജകള്. അപ്പം നമ്മൾ കുമ്പിട്ട് നിന്നേ പറ്റൂ. അപ്പം രാജാവിനെ നമ്മൾ വിഷമിപ്പിക്കാൻ പാടില്ല. രാജാവിൻ്റെ മനസ്സ് എൻ്റെ ഒരു മുടിനാര് കാരണം എൻ്റെ രാജാവിൻ്റെ മനസ്സ് വിഷമിക്കരുത്. അതുകൊണ്ടാണ് ഈ വെളുത്ത കളറ് അടിച്ച് ഈ ത്യാഗം സഹിക്കുന്നത്. പ്രതിഷേധമല്ല, ഇതൊരു ത്യാഗം സഹിച്ചുകൊണ്ട് നിൽക്കുകയാണ്. എൻ്റെ പൊന്നെ, ഞാൻ കാണാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ CM ഇതുവഴി പോയി കഴിഞ്ഞാൽ, രാജാവ് പോയാൽ ഞാൻ ഈ കസേരയുടെ 10 അടി ദൂരം മാറി നിന്ന് തൊഴുതുകൊണ്ടിരിക്കത്തേ ഉള്ളൂ. ഞാൻ ഒരു കാരണവശാലും എൻ്റെ രാജാവിൻ്റെ ദേഹത്ത് എൻ്റെ ദൃഷ്ടി പതിപ്പിക്കത്തില്ല.